ഈസലർ മല്ലുവിന്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോണിൽ എങ്ങനെയാണ് ഒരു സെല്ലർ ആവാം, അതിന് വേണ്ട എന്തൊക്കെ എക്യുപ്മെന്റ്സ്, പിന്നെ ആമസോണിൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടതുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഒരു ബിസിനസ് നെയിമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആമസോണിലെ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ബിസിനസ് നെയിം എന്തായാലും വേണം, സ്റ്റോറിന്റെ ഒരു നെയിം. അത് നിങ്ങൾ ഇഷ്ടമുള്ളതൊന്ന് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അഡ്രസ്സ്, ആമസോണിൽ നിങ്ങൾ ഈ ഈസി ഷിപ്പിന് വേണ്ടി കൊടുക്കുന്ന അഡ്രസ്സ് ഏതാണോ അവിടെ വന്നിട്ടാണ് ആമസോണിന്റെ ഡെലിവറി ഏജന്റ് സാധനം പിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് നിങ്ങൾക്ക് ആമസോണിൽ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു ഇത് വേണ്ട, ഒരു സ്ഥാപനം കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് മാത്രം ചെയ്യാം. കാരണം ഈ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ആ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അവിടെ തന്നെ വന്നിട്ട് ഡെലിവറി ബോയ് വന്ന് കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾ. അപ്പോൾ ഒരു ഡെലിവറി അഡ്രസ്സും ഒരു ബിസിനസ്സിന് നെയിമും ആണ് ആദ്യം വേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ആണ്. എന്ന് വെച്ചാൽ ആമസോണിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി. അപ്പം സെയിൽ നടക്കുന്ന ക്യാഷും കാര്യങ്ങളും മുഴുവൻ അക്കൗണ്ട് ത്രൂ ആണ് വരിക, വേറെ ഒന്നുമില്ല. ഫുൾ അക്കൗണ്ട് ത്രൂ ആണ് വരിക. മന്ത്ലി നിങ്ങൾക്ക് സെയിലിനനുസരിച്ച് ഒരു മന്ത്ലി ആമസോൺ നോർമലി ഒരു വീക്കിലി എന്നുള്ള രീതിയിലാണ് പേയ്മെന്റ് വരിക. പക്ഷെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അക്കൗണ്ടിൽ സെറ്റിൽമെന്റ് വരും. ഓക്കെ, അപ്പം ഒന്ന് അഡ്രസ്സാണ് വേണ്ടത്, രണ്ട് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, പിന്നെ 3 ടാക്സ്. ടാക്സ് എന്ന് വെച്ചാൽ പാൻ കാർഡും GST നമ്പറും. ഈ GST നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വീട്ടിലെ അഡ്രസ്സ് വെച്ചിട്ട് GST എടുക്കുക. അതിന് സ്ഥാപനമോ കടയോ ഒന്നും വേണ്ട. ഓക്കെ, അപ്പം ഒരു പാൻ കാർഡും GST വേണ്ട, GST നമ്പറും. ഈ GST നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമില്ല. റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളെ വീട്ട് അഡ്രസ്സിൽ നിങ്ങൾക്ക് GST കിട്ടും. ഓക്കെ, അടുത്തത് ഒരു ലാപ്ടോപ്പ് ആണ്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കും ലാപ്ടോപ്പ് മസ്റ്റ് ആണ്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യാം. മൊബൈൽ ഫോൺ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം മൊബൈൽ ഫോണിൽ ചെയ്യാൻ കഴിയും, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ഒരു പോസിബിൾ അല്ലാത്തൊരു വർക്കാണ്. ലാപ്ടോപ്പ് മസ്റ്റ് ആണ് ഈ ഒരു ഇതിന്. മസ്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ പാക്കിങ്ങിന്റെ സ്ലിപ്പും കാര്യങ്ങളും പ്രിന്റ് ചെയ്യാൻ, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ, അങ്ങനെ എല്ലാ A to Z കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ. പക്ഷെ ആമസോണിന്റെ സെല്ലിങ് ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈലിൽ. അതിൽ നിങ്ങൾക്ക് എല്ലാ വർക്കും ചെയ്യാം. എന്ന് വെച്ചാൽ ഓർഡർ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളും എല്ലാ അക്കൗണ്ട് സെയിൽസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മൊബൈൽ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് തുടങ്ങാനില്ല. ലാപ്ടോപ്പ് മസ്റ്റ് ആണ്. അത് ചെറിയൊരു വില കുറഞ്ഞ കുറച്ച് വലിയ റിസ്ക് ഉള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ലിസ്റ്റിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു വർക്കും ആഡ്സും ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാൻ മാത്രം. അപ്പം ലാപ്ടോപ്പ് നിർബന്ധമാണ്. അടുത്ത വേണ്ടത് വെച്ചാൽ പ്രിന്റർ നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ ഒരു വലിയൊരു ഗ്രോ സ്റ്റേജിൽ എത്തിയ ഒരു ഇതിന് മാത്രം മതി പ്രിന്റർ. പിന്നെ ഒരു തുടക്കത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രിന്ററിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രിന്റ് എടുത്തിട്ടുള്ള PDF ഒരു വാട്സപ്പിൽ നിങ്ങൾ ഒരു ഷോപ്പുകാരുമായിട്ട് നിങ്ങൾ കണക്ട് ആയിട്ട് അവരെ വാട്സപ്പിലോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ദിവസം പ്രിന്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 രൂപ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാക്കിങ് പ്രിന്റ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം. ഒരു പ്രിന്ററിന് വേണ്ടി ഒരു പൈസ തുടക്കം തന്നെ ഇൻവെസ്റ്റ് ചെയ്യണ്ട. അപ്പൊ എന്ത് ചെയ്യാം, പ്രിന്റർ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രോ സ്റ്റേജിൽ എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തെർമൽ പ്രിന്റർ വാങ്ങുക. സാധാ പ്രിന്റർ ഒരിക്കലും വാങ്ങരുത്. തെർമൽ പ്രിന്റർ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അങ്ങാടിയിലുള്ള ഷോപ്പിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ പ്രിന്റർ ചെയ്യുക. അവിടെ നോർമൽ പ്രിന്റർ ഉണ്ടാവുക. അത് കട്ട് ചെയ്തിട്ട് സൈസ് 70 വരിക. സൈസും കാര്യങ്ങളും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സൈസ് 70 എന്ത് ചെയ്യുക, എടുത്തിട്ട് സാധാ കട്ട് ചെയ്ത് നിങ്ങൾ ഒട്ടിക്കുക. അങ്ങനെ മതി. ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഗം വെച്ച് ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു ഗ്രോ സ്റ്റേജിൽ എത്തിയാൽ മാത്രം പ്രിന്റർ വാങ്ങുക. അടുത്ത വേണ്ട വെച്ചാൽ പ്രിന്റർ ഇതിൽ വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചിട്ട് ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ. പിന്നെ അടുത്തത് പാക്കിംഗ് ബോക്സ്. ഇത് ആമസോണിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആമസോണിൽ സെർച്ച് ചെയ്താൽ പാക്കിംഗ് ബോക്സ്, കവറ്, ടാപ്പ് എല്ലാ പ്രൊഡക്റ്റുകളും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലാത്തിൽ നിന്നും കിട്ടും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മതി ആമസോണിലൊരു സെല്ലർ ആവാൻ. വേറെ ഒന്നും വേണ്ട.
പിന്നെ പ്രൊഡക്റ്റ് നിങ്ങൾ ഏതാ വേണ്ടത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള ഇതിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല കാറ്റഗറി കാര്യങ്ങൾ ആമസോൺ A to Z പ്ലാറ്റ്ഫോം വർക്കും കാര്യങ്ങളൊക്കെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക.